എലപ്പുള്ളിയിലെ വിവാദ ബ്രൂവറിക്ക് മന്ത്രിസഭ അനുമതി നൽകിയത് കൂടിയാലോചനയില്ലാതെയാണോ? ഒരു രേഖ ഇന്ന് പുറത്തു വന്നു. അത് മന്ത്രിസഭാ രേഖയാണ്, വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ക്യാബിനറ്റ് നോട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇന്ന് കൂടുതൽ പരസ്യമാക്കിയത്. വിവിധ വകുപ്പുകളുമായി പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ലെന്നാണ് നോട്ടിലുള്ളതെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് രാവിലെ പുറത്തുവിട്ട ആ ക്യാബിനറ്റ് നോട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. വിവിധ വകുപ്പുകളുമായി ഈ മന്ത്രിസഭ ഈ ബ്രൂവറിക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് എന്തെങ്കിലും കൂടിയാലോചന എക്സൈസ് വകുപ്പ് നടത്തിയിരുന്നു. നിലവിലുള്ള മന്ത്രിസഭാ നോട്ട് പറയുന്നത് എന്താണ് എന്ന് ഞാൻ വിശദമായി പ്രേക്ഷകർക്ക് കാട്ടിത്തരാം. ഇതാണ് ഇന്ന് വി ഡി സതീശൻ പുറത്തുവിട്ട മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നോക്കൂ, നികുതി വകുപ്പ്, ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് പാലക്കാട്, എഥനോൾ പ്ലാന്റ്, മൾട്ടിഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ടി സ്പിരിറ്റ്, ബ്രാൻഡി, വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിന് പ്രാരംഭ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ച മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സാണിത്. ഇതിൽ മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ ചില ചോദ്യങ്ങളുണ്ട്. മന്ത്രിസഭാ യോഗത്തിൻ്റെ നടപടിക്കുറിപ്പുകൾ 15/1/2025 എടുത്ത തീരുമാനമാണ്. വിഷയം ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് വിദേശ മദ്യചട്ടപ്രകാരം വിവിധ പ്ലാന്റുകൾ ആരംഭിക്കുന്നതിന് പ്രാരംഭ അനുമതി നൽകുന്നതിന് അസംസ്കൃത വസ്തുവായി അരി ഉപയോഗിക്കുമ്പോൾ ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ഭേദഗതിയോടെ കുറിപ്പിലെ നിർദ്ദേശം ഈ മന്ത്രിസഭാ യോഗം 15/1/2025 അംഗീകരിച്ച ഫയലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് മന്ത്രിസഭാ നോട്ടിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം? ഇതാണ് മന്ത്രിസഭാ യോഗത്തിനുള്ള കുറിപ്പ്. ഇന്ന് പുറത്തു വന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറിപ്പാണിത്. ഫയൽ നമ്പറുണ്ട്, വകുപ്പുണ്ട്, വിഷയമുണ്ട്. മന്ത്രിസഭാ യോഗത്തിന് സമർപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീയതി 8/11/2024. സാമ്പത്തിക ബാധ്യതയുള്ളതാണോ എന്ന ചോദ്യമുണ്ട്. ഇല്ല എന്ന മറുപടിയുണ്ട്. സാമ്പത്തിക ബാധ്യതയുള്ളതാണെങ്കിൽ ധനകാര്യ വകുപ്പുമായി ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം മന്ത്രിസഭാ യോഗത്തിലുള്ള കുറിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ 5ാമത്തെ ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരം സ്വാഭാവികമാണ്. എന്നാൽ 6ാമത്തെ ചോദ്യമാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചതും. മറ്റേതെങ്കിലും വകുപ്പുമായി ആലോചിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന് ധനകാര്യ വകുപ്പ്, തദ്ദേശ വകുപ്പ്, വ്യവസായ വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾക്ക് ഇതിൽ സ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ മറ്റേതെങ്കിലും വകുപ്പുമായി ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം മന്ത്രിസഭാ യോഗത്തിനുള്ള കുറിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഈ ഇല്ല എന്നുള്ള ഉത്തരമാണ് ഇന്ന് പ്രധാനമായിട്ടും പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്നത്. ഇതാണ് ഒടുവിൽ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനിക്കേണ്ട വിഷയം ഇതായിരുന്നു. തീരുമാനവും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ആ ഉത്തരവായി വന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ 15ാം തീയതിയിലുള്ള മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമായി 16/1/2025 പുറത്തു വന്നിരിക്കുന്ന മന്ത്രിസഭാ ഉത്തരവിലെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു വിവിധ വകുപ്പുകളുമായി ഈ ബ്രൂവറി പ്ലാന്റ് സ്ഥാപിക്കാനുള്ള തീരുമാനം എക്സൈസ് വകുപ്പ് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ല എന്നുള്ളതായിരുന്നു മറുപടി. എന്ന് വെച്ചാൽ വേണ്ടത്ര കൂടിയാലോചന മറ്റു വകുപ്പുകളുമായി ഇല്ലാതെയാണ് ഇത്തരമൊരു തീരുമാനം മന്ത്രിസഭ എടുത്തിരിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം.